സദൃശവാക്യങ്ങളിൽ അവൻ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ 23-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്കോ ഭംഗം വരത്തില്ല. തൊട്ട് മുകളിലത്തെ വാക്യം അവിടെ ഇങ്ങനെ വായിക്കുന്നു, നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടിരിക്കുക. ഹല്ലേലൂയ. അതിനോട് ചേർന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാം. അവിടെ ഇങ്ങനെ പറയുന്നു, ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. ആർക്ക്? എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോട് കൂടെ ഇരിക്കുന്ന. ആമേൻ. ഹല്ലേലൂയ. പാപികളോട് അസൂയപ്പെടാതെ, അവൻ ലോകത്തോട് മറ്റൊരു വ്യക്തിയോട് നോക്കി അവൻ അവരിങ്ങനെ ആയല്ലോ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് അസൂയപ്പെടാതെ എല്ലായ്പ്പോഴും, അവൻ എല്ലാ സമയങ്ങളിലും, അത് നന്മയിലും തിന്മയിലും സമ്പത്തിലും, ആമേൻ ഹല്ലേലൂയ, സമൃദ്ധിയിലും എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടെ ഇരിക്കണം. ഹല്ലേലൂയ. അവരെ നോക്കി പറയുകയാണ്, നിനക്കൊരു പ്രതിഫലമുണ്ടാകും. ഹല്ലേലൂയ. നിനക്കൊരു പ്രതിഫലമുണ്ടാകും. ലോകം മുഴുവനും മാറ്റി നിർത്തിയാലും, ലോകം മുഴുവനും കൈവിട്ട് കളഞ്ഞാലും, സാധ്യതയില്ലെന്ന് ലോക മനുഷ്യന്മാർ മുഴുവനും പറഞ്ഞാലും, ഇന്ന് പകൽക്കാലം സ്വർഗത്തിന് പറയാനൊന്നുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവവൈതനോട് സ്വർഗത്തിന് പറയാനൊന്നുണ്ട്. ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ഉറങ്ങിയില്ലല്ലോ നിങ്ങള്? ഹല്ലേലൂയ. ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്കോ ഭംഗം വരത്തില്ല. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിനകത്ത് ഞാൻ പ്രതീക്ഷിച്ചതൊന്നും നടന്നില്ല, ഞാൻ ആഗ്രഹിച്ചതൊന്നും നടന്നില്ല, എൻ്റെ ഹൃദയത്തിലെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിപ്പോയി, എൻ്റെ ചിന്തകൾ, എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ പ്രത്യാശയും നടന്നില്ല, ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് എനിക്ക് നഷ്ടമായി പോയി എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഇന്ന് പകൽക്കാലം ഈ ഹാളിനകത്തോ ലൈവിലോ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, അവൻ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുക, ഇന്നലെ എന്തായിരുന്നു എന്ന് ഇന്ന് എന്തായിരിക്കുന്നു എന്നല്ല, സ്വർഗം പറയുക, യഹോവ ഭക്തിയോടെ യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ സ്വർഗത്തിന് പറയാനൊന്നുണ്ട്, നിനക്കൊരു പ്രതിഫലം ഉണ്ടാകും. ഹല്ലേലൂയ. ഒരു പ്രതിഫലം വരും, ഒരു പ്രതിഫലം വരും. എന്താണോ പ്രത്യാശിച്ചത് അത് നമുക്ക് വേണ്ടി നൽകി തരുവാൻ വിശ്വസ്തതയുള്ള ഒരു ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരിക. അന്ന് നമ്മൾ പറയും, എന്റെ ദൈവം എന്നെ സന്ദർശിച്ചു. അന്ന് നമ്മൾ പറയും, എന്റെ ദൈവം എന്റെ വിഷയത്തിന് അത് പരിഹാരം തന്നു. അന്ന് നമ്മൾ പറയും, എന്റെ ദൈവത്തെ ആരാധിച്ചത് വെറുതെയായില്ല. കഷ്ടതയുടെ നടുവിലൂടെ നടന്നാലും, ജീവിപ്പിക്കുന്ന ഒരുവൻ, പ്രതിസന്ധിയുടെ നടുവിലൂടെ നടന്നാലും കൈവിട്ടു കളയാത്ത ഒരുവൻ നമുക്ക് വേണ്ടിയുണ്ട്. ഹല്ലേലൂയ. ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും തള്ളിക്കളയാതെ ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്ത സ്നേഹമുള്ള കർത്താവ് എന്ത് പറഞ്ഞാലും അതുപോലെ നമുക്ക് വേണ്ടി ചെയ്തു തരാൻ ശക്തിയുള്ള, പ്രാപ്തിയുള്ള നമ്മുടെ ദൈവം, സർവശക്തൻ, രാജാതി രാജാവ്, കർത്താവ് കർത്താവ്, അവൻ ആൽഫ, അവൻ ഒമേഗ, സകലത്തിന് മുൻപായി ഉണ്ടായിരുന്നവൻ, അവനെ പോലെ ഒരുവൻ ഈ ലോകത്തിൽ മറ്റാരുമില്ല. ആ സ്വർഗത്തിൽ ആശ്രയിക്കുന്ന, ആ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവവൈതനോട് ദൈവത്തിന് പറയാനൊന്നുണ്ട്, നിനക്ക് ആരാണോ ആശ്രയിക്കുന്ന ആ വ്യക്തിക്ക് ഒരു പ്രതിഫലമുണ്ട്. നിന്നെ ഉടയ്ക്കാൻ, നിന്നെ തകർക്കാൻ ഒരു വലിയ സമൂഹം നിന്നെ കച്ചകെട്ടി ഇറങ്ങിയാൽ തകർക്കാൻ കഴിയാതെ വണ്ണം പണിയുന്ന ഒരു ദൈവത്തിന്റെ ശക്തി. സ്വർഗം പറയും, നിനക്ക് വിരോധമായി പാളയമിറങ്ങുന്ന 1000 ആമേൻ ഹല്ലേലൂയ, ആമേൻ, ജനത്തെ കണ്ട്, ആ ശത്രുവിനെ കണ്ട് നീ ഭയപ്പെടണ്ട. ഹല്ലേലൂയ. യഹോവയുടെ സന്നിധിയിൽ ഭക്തിയോടെ ഇരിക്കുന്നവരുണ്ടോ? ആമേൻ.
കർത്താവിൽ മാത്രം ആശ്രയിച്ചിരിക്കുന്നവരുണ്ടോ? ഹല്ലേലൂയ. മനുഷ്യരിൽ ആശ്രയിക്കാതെ പ്രത്യാശ അവൻ നഷ്ടപ്പെട്ടു, ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് പറഞ്ഞിട്ട് കർത്താവേ എനിക്ക് അങ്ങയിൽ വിശ്വാസമാ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന ഒരു വ്യക്തി ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നുണ്ടോ? അവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയും, ഉണ്ട്, ഒരു പ്രതിഫലം വരുന്നുണ്ട്, ഒരു സന്ദർശനം വരുന്നുണ്ട്, ഒരു ഇടപെടൽ വരുന്നുണ്ട്. നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതെ ഏത് സാഹചര്യത്തിന്റെ നടുവിലും നമ്മുടെ തലയെ നിവർത്തുന്നവൻ. ഹല്ലേലൂയ. ശകല ദുരബലവ. ആമേൻ. സാഹചര്യം പറയും തകർത്തു, സാഹചര്യം പറയും ഉടച്ചു, സാഹചര്യം പറയും ഇനി തല നിവർത്തത്തില്ല, ഇനി ഒന്ന് എഴുന്നേൽക്കത്തില്ല. പക്ഷെ അതിൻ്റെ നടുവിലും സ്വർഗത്തിന് പറയാനൊന്നുണ്ട്. വിട്ട് കളയാതെ പുറത്തെടുക്കുന്ന ഒരുവൻ ഇന്ന് പകൽക്കാലം ഏതൊക്കെ അമ്മമാരോട് പറയുക, അവൻ വിട്ട് കളയാതെ പുറത്തെടുക്കുന്ന ഒരുവൻ, നിന്റെ സങ്കടങ്ങൾക്ക് പരിഹാരം തരുവാൻ ശക്തൻ. വിട്ട് കളയാതെ പുറത്തെടുത്ത് ജയത്തോടെ ദേശത്തിന്റെ നടുവിൽ നിർത്തുവാൻ ശക്തിയുള്ള ഒരുവൻ ഇന്ന് പകൽക്കാലം ഇറങ്ങുക. തോൽവിയായി പോകാൻ സ്വർഗം അനുവദിക്കത്തില്ല. നീ കണ്ണുനീരൊഴുക്കിയാതെ ജനത്തിന്റെ നടുവിൽ നിന്നെ ഒരു ആനന്ദ ഘോഷമോ എഴുന്നേൽപ്പിക്കുന്ന സ്വർഗത്തിന്റെ കരം ഇന്ന് പകൽക്കാലം ചലിക്കുക. കണ്ണുനീരൊഴുക്കി ഒതുങ്ങിപ്പോയ മണ്ഡലത്തിനകത്ത് ഒടഞ്ഞു, ലജ്ജിച്ചു പോയി എന്ന് പറഞ്ഞ് തളർന്നു, ക്ഷീണിച്ചു പോയി എന്ന് പറഞ്ഞ് ഒതുങ്ങിപ്പോയ അതേ സ്ഥലത്ത് സ്വർഗത്തിന് പറയാനെന്നുണ്ട്, സ്വർഗം എഴുന്നേൽപ്പിക്കും, സ്വർഗം എഴുന്നേൽപ്പിക്കും. ഒരു പ്രതിഫലമുണ്ട്, ഒരു പ്രതിഫലമുണ്ട്. അവൻ പ്രത്യാശയോടെ കാത്തിരുന്ന വിഷയം കൈവിട്ടുപോയി എന്ന് പറഞ്ഞ് കരയുന്നവരാരേലും ഉണ്ട്. ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞോണം, അതിൻ്റെ നടുവിൽ ഒരുവൻ സന്ദർശനത്തിനായി ഇറങ്ങുകയാണ്. അതിൻ്റെ നടുവിൽ ഒരുവൻ നമുക്ക് വേണ്ടി ഇറങ്ങുകയാണ്. ഒന്നിൻ്റെ മുൻപിലും നമ്മളെ വിട്ടുകൊടുക്കാത്തവൻ, തകർന്നു പോകുന്നത് കാണാൻ ആഗ്രഹിക്കാത്ത ദൈവം നമുക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം ചലിക്കാൻ പോകുക. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോഴേ 7-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 13 മുതലുള്ള വാക്യമാണെന്ന് തോന്നുന്നു. അവിടെ ഒരു മാതാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. 11 മുതലുള്ള ഒരു വാക്യത്തിൽ ഹല്ലേലൂയ, നയീൻ എന്ന പട്ടണത്തിനകത്ത് ആമേൻ ഹല്ലേലൂയ ആമേൻ ഒരു സഹോദരിയുടെ അനുഭവത്തെക്കുറിച്ച് പറയുക. നമുക്കറിയാം ആ ഭാഗം. ആമേൻ നയീൻ എന്ന് കേൾക്കുമ്പോഴേ അതിനെക്കുറിച്ച് ഒരൊറ്റ ഭാഗത്ത് ആമേൻ ബൈബിളിനകത്ത് പറയുന്നത് മെയിനായിട്ട്. ഹല്ലേലൂയ ആമേൻ. ആ ഭാഗത്ത് ഇങ്ങനെ പറയുന്നു, യേശു കർത്താവ് നയീൻ പട്ടണം തേടി വരികയാണ്. ഹല്ലേലൂയ. നയീൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നയീൻ എന്ന വാക്കിൻ്റെ അർത്ഥം മനോഹരം എന്നുള്ളതാണ്. ഹല്ലേലൂയ. നയീൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്തുവാ? മനോഹരം. ഹല്ലേലൂയ, മനോഹരം. പിന്നെ വേറൊരു മീനിങ് പറയുന്നുണ്ട്, ആമേൻ ഗ്രീൻ പാസ്റ്റേഴ്സ്, പച്ച മേൽച്ചിൽ പുറങ്ങൾ. ഹല്ലേലൂയ. എന്തുവാ അത്? പച്ച മേൽച്ചിൽ പുറങ്ങൾ എന്ന് വെച്ചാൽ ആമേൻ ഹല്ലേലൂയ ആടുകളെ ഇടയൻ നടത്തുന്ന സ്ഥലം. നമ്മൾ 23-ാം സങ്കീർത്തനത്തിൽ എന്താ വായിക്കുന്നേ? അവൻ പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് എന്നെ നടത്തുന്നു, അല്ലേ? സ്വസ്ഥത വെള്ളത്തിനരത്തിൽ എന്നെ കിടത്തുന്നു എന്ന് പറഞ്ഞ് നമ്മൾ 23-ാം സങ്കീർത്തനമായി ആടുകളെ ഇടയന്മാർ ഹാലിൽ നയിക്കുന്നത് എങ്ങോട്ടാണ്? പച്ച മേച്ചിൽ പുറങ്ങളിലേക്ക്. ഇവിടെ നയീനെ കുറിച്ച് പറയുന്നു. എല്ലാം കൊണ്ടും പച്ചപ്പെന്ന് പറയുന്ന ഒരു മണ്ഡലമാം നയീൻ. ഹല്ലേലൂയ. യേശു കർത്താവ് ഈ നയീനിലേക്ക് വരികയാണ്. മനോഹരമെന്ന് ലോകം മുഴുവൻ പറഞ്ഞ്, ദേശം മുഴുവൻ പറഞ്ഞ്, പേരിൻ്റെ അർത്ഥം മനോഹരമെന്നുള്ള അല്ലെങ്കിൽ നല്ല പച്ചപ്പുള്ള ദേശമെന്ന് പേരുള്ള ആമേൻ ഹല്ലേലൂയ ആ പട്ടണത്തെ നോക്കി യേശു കർത്താവ് വരുമ്പോ യേശുവിനെ എതിരേറ്റത് ഒരു മനോഹരമായ കാഴ്ചയായിരുന്നില്ല. യേശുവിനെ എതിരേറ്റത് ഹല്ലേലൂയ ആമേൻ വളരെ സങ്കടകരമായ ഒരു കാഴ്ചയായിരുന്നു. ആമേൻ. യേശുവിനെ എതിരേറ്റത് ആരെന്നറിയാമോ? ഒരു സഹോദരിയുടെ നിലവിളി. ഹല്ലേലൂയ ആമേൻ. അവളുടെ നിലവിളിക്ക് കാരണമായ മരിച്ചു കിടക്കുന്ന ഒരു ബാല്യക്കാരൻ്റെ ശവശരീരം. ഹല്ലേലൂയ. ഒരു ബാല്യക്കാരൻ്റെ ശവശരീരം. ആ ബാല്യക്കാരനെ പുറത്തോട്ട് ചുമന്നുകൊണ്ട് പോകുന്ന ഒരു മഞ്ചം. ഹല്ലേലൂയ. ഇതിനെ കണ്ടോണ്ട യേശു കർത്താവ് പട്ടണവാതിൽക്കലോട്ട് വരുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തെ നോക്കി പലരും പറയാറുണ്ട്, ഇത് കൊള്ള നല്ല കുടുംബം, അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു, വീടുണ്ട്, കാറുണ്ട്, നല്ല ജോലിയുണ്ട്,
കൊണ്ട് അനുഗ്രഹമായിരിക്കുന്നു. പക്ഷെ ഭവനത്തിന്റെ അകത്തളങ്ങൾക്കകത്തോട്ട് കയറുമ്പോഴേ നിന്നെ വ്യസനിപ്പിക്കുന്ന ചില വിഷയങ്ങളില്ലേ, വേദനിപ്പിക്കുന്ന ചില വിഷയങ്ങളില്ലേ. അവൻ പുറമേ നോക്കുമ്പോൾ എല്ലാം മനോഹരമാ, പക്ഷെ അകത്തളങ്ങളിൽ കിടക്കുന്ന ചില വിഷമതയുടെ മേഖലകളെ അറിയുന്ന ഒരുവൻ നയീനെ സന്ദർശിക്കാൻ വരിക. അന്ന് സ്വർഗം പറയും, നിന്റെ സങ്കടകാലം കഴിഞ്ഞു, നിനക്ക് സന്തോഷത്തെ ഞാൻ അയക്കാൻ പോകുക. ആമേൻ, ആമേൻ. പല കുടുംബങ്ങളിലും നമ്മൾ കയറി ചെല്ലുമ്പോൾ ഇവർ പറയുന്നത് എല്ലാം ഉണ്ട്, ഹാപ്പിയാ, സന്തോഷമാ, മക്കൾ വിദേശത്ത്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, മരുമക്കൾക്ക് ജോലി, മക്കൾക്ക് ജോലി, ആമേൻ, കുഞ്ഞുങ്ങളെല്ലാം നല്ല രീതിയിൽ. പക്ഷെ ഭവനത്തിനകത്ത് പോയ അവർ പറയുന്ന വിഷയങ്ങൾ കേട്ടാൽ നമുക്ക് പോലും അതിശയം. മക്കൾ ഒന്നോടൊന്ന് ചേരത്തില്ല, അല്ലെങ്കിൽ ഒരു മകൻ തലകുത്തനെ നടക്കുന്നു, എന്തൊക്കെയോ വിഷയങ്ങൾ. ഇന്ന് പകൽക്കാലം ഞാൻ പറയും, പുറമേ കാണുന്നത് നോക്കി അളക്കുന്ന മനുഷ്യന്മാരെ പോലല്ല എൻ്റെ സ്വർഗത്തിലെ ദൈവം. പുറമേ കാണുന്ന പേര് നോക്കി നമ്മളെ അളക്കുന്നവനല്ല നമ്മുടെ കർത്താവ്. അകത്തളങ്ങളെ അറിഞ്ഞിട്ട് യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി നന്മയായത് പ്രവർത്തിപ്പാൻ അവൻ ഇറങ്ങി വരുന്ന ഒരു ദൈവമായി ഞാൻ നിങ്ങളും ആരാധിക്കുന്ന നമ്മുടെ കർത്താവ്. ആമേൻ, ഹല്ലേലൂയ. ആകപ്പാടെ ബുദ്ധിമുട്ടാ, ആകപ്പാടെ അകത്തളത്തിൽ കടന്നു പോകുന്ന ചില മഞ്ചങ്ങൾ നമുക്ക് മാത്രമേ തിരിച്ചറിഞ്ഞുള്ളൂ. പിന്നെ അതുകൂടാതാണ് പുറത്തുനിന്ന് ബാക്കിയുള്ളവരുടെ വിടക്കുകൾ. വിടക്കാണ് എന്തുവാ? എൻ്റെ പൊന്നു, ഗൾഫിൽ നിന്ന് വന്ന് ഇറങ്ങുക, ഹല്ലേലൂയ, കള്ളപ്പണവാ, ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. നന്മ വരുമ്പോൾ അനുഗ്രഹിക്കും വരും. ഇവിടെ ഓരോ ദിവസം കടന്നു പോകുന്നത് ചക്രശ്വാസം വലിച്ചിട്ടാണെന്ന് അറിയുന്നത് അവൻ ആ വീട്ടുകാർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഹല്ലേലൂയ. അവരുടെ പക്ഷേ പുറത്താരോടും പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ പാസ്റ്ററൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ പാസ്റ്റർ ഇങ്ങനെയാണ് വീട്ടിൻ്റെ സിറ്റുവേഷൻ ഓപ്പണായിട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അപ്പം ഞങ്ങൾക്കും അറിയായിരിക്കും. ഹല്ലേലൂയ. ഞങ്ങൾക്കും അതിൻ്റെ ശരിയായിട്ടുള്ള ആഴം അറിയത്തില്ല, പക്ഷെ ദൈവത്തിന് നല്ലതുപോലെ അറിയാം. ഹല്ലേലൂയ. ദേശം നമ്മളെ നോക്കി വിധി എഴുതുന്നത് പോലെ നമ്മുടെ ദൈവം വിധി എഴുതത്തില്ല. കർത്താവ് അകത്തളങ്ങൾ ഇറങ്ങി വന്നിട്ട് കർത്താവിന്റെ നോട്ടം പോകുന്നതാ. എവിടെ കുറവുണ്ടെന്ന മനുഷ്യന്റെ നോട്ടം പോകുന്ന നിറവുള്ളത് കണ്ട് നിനക്ക് വിരോധമായി സംസാരിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം അല്ലെങ്കിൽ സ്വർഗത്തിന്റെ നോട്ടം വരുന്നത് കുറവിനെ നോക്കി അതിനെ പരിഹരിക്കാനാ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യന്റെ നോട്ടം നിറവും കുറ്റവും കണ്ട്, നിറവ് കാണുമ്പോൾ അസൂയപ്പെടാനും കുറ്റം കാണുമ്പോൾ കുറ്റം പറയാനും നോക്കുമെങ്കിൽ കർത്താവിൻ്റെ നോട്ടം വരുന്നത് ഹല്ലേലൂയ എന്തിനു വേണ്ടിയെന്നറിയാമോ? എവിടെ കുറവുണ്ടെന്ന് നോക്കിയിട്ട് ആ കുറവിനെ നികത്താൻ. ആർക്ക് വേണ്ടിയെന്നറിയാമോ? അല്ലെ, യഹോവ ഭക്തിയോടിരിക്കുന്ന, അവൻ ദൈവ ഭയത്തോടെ ഇരിക്കുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ നോട്ടം ഇറങ്ങ്. തകർത്ത് കളയാത്തവൻ, ഉടച്ചു കളയാത്തവൻ, പണിയുവാൻ ശക്തൻ. അവൻ നിന്നെ മുഴുവനായി പണിത അവൻ ദേശത്തിന്റെ നടുവിൽ തലയെ ഉയർത്തുവാൻ ശക്തനായ കർത്താവ്. ഹല്ലേലൂയ. ലോകം മുഴുവൻ പറഞ്ഞു നയീൻ മനോഹരം, നയീൻ നല്ല മേച്ചിൽ പറവ. പക്ഷെ യേശു കർത്താവിനെ എതിരേറ്റു വന്നത് ഒരിക്കലും തോരാത്ത കണ്ണുനീരുള്ളൊരു അമ്മയുടെ കരച്ചിലായിരുന്നു. യേശു കർത്താവിനെ എതിരേറ്റു വന്നത് മരിച്ചുപോയ ഒരുവൻ്റെ അവൻ ശവശരീരമായിരുന്നു. യേശു കർത്താവിനെ എതിരേറ്റു വന്നത് ഹല്ലേലൂയ അവനെ ചുമന്നു കൊണ്ടുപോകുന്ന ഒരു മഞ്ചമായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ ഇങ്ങനെ പറയും, നമ്മുടെ ജീവിതത്തിനകത്ത് തകർത്ത് കളയുമെന്ന് വാദിച്ച് നിൽക്കുന്ന മണ്ഡലങ്ങളും പ്രതിസന്ധികളും വിരോധമായി എഴുന്നേറ്റ് വരുമ്പോൾ പരിശുദ്ധാത്മാവ് അവൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ നോക്കിയിട്ട് പറയും, കുറവിനെ നികത്തുവാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങുകയാണ്. കുറവിനെ നികത്തുവാൻ, കുറവിനെ അകത്തളങ്ങളെ അറിയുന്ന ഒരുവൻ. ഇന്ന് പകൽക്കാലം പുറമേ കാണുന്നത് അളക്കുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം നമ്മുടെ അകത്തളങ്ങളെ അറിയുന്ന, നമ്മുടെ സങ്കടങ്ങൾ അറിയുന്ന, വേദനകൾ അറിയുന്ന ആ കർത്താവിനെ ഹല്ലേലൂയ ഒന്ന് തിരിച്ചറിയാ. സ്വർഗം നോക്കിയിട്ട് പറയും, ഞാൻ ഇറങ്ങുക നിന്റെ കുറവിനെ ഒന്ന് നികത്താൻ. ആമേൻ. ഈ സഹോദരിയോട് ചോദിച്ചു നോക്കിയേ, എന്തിനാ സഹോദരി കരയുന്നേ? ആ സഹോദരി പറയും, എൻ്റെ ഏക പ്രതീക്ഷയാ ഈ മഞ്ചം ചുമന്ന് പുറത്തോട്ട് കൊണ്ടുപോകുന്നത്.
എൻ്റെ ഏക പ്രതീക്ഷ. വചനം പറയുന്നു, ആമേൻ, ഹല്ലേലൂയ, ഈ സഹോദരി ഒരു വിധവയായിരുന്നു. ഈ മഞ്ചത്തിൽ കിടക്കുന്നത്, അവൻ മഞ്ചം ചുമന്നുകൊണ്ട് പോകുന്നത് ഇവളുടെ ഏക മകനെ എന്ന് വെച്ചാൽ ഇവളുടെ ജീവിതത്തിനകത്തുള്ള ഏക പ്രത്യാശ. ഹല്ലേലൂയ, ഒരു കുടുംബത്തിൻ്റെ തല, ആമേൻ, ഹല്ലേലൂയ, പുരുഷനാണ്. ഹല്ലേലൂയ, ആമേൻ. തൻ്റെ ഭർത്താവ് മരിച്ചപ്പോൾ ഈ സഹോദരി പറഞ്ഞു, അയ്യോ, എൻ്റെ കുടുംബത്തിലെ നാഥൻ എന്നെ വിട്ടുപോയി, എനിക്ക് വേണ്ടി ആര് കരുതും? ഹല്ലേലൂയ, ഈ ചിന്തയോടെ അടുത്ത് കണ്ണോക്കുന്ന തൻ്റെ മകൻ്റെ മുഖത്തേക്ക്. അന്നേരം അവൾ പറഞ്ഞു, എനിക്കൊരു മകനുണ്ട്, എൻ്റെ മകൻ എനിക്ക് വേണ്ടി കരുതും. ഹല്ലേലൂയ, എനിക്കൊരു മകനുണ്ട്, എൻ്റെ മകൻ എനിക്ക് വേണ്ടി സകലത്തെയും ഒരുക്കി തരും. എൻ്റെ വിഷയങ്ങൾക്കകത്ത്, എൻ്റെ സങ്കടത്തിൽ എൻ്റെ കണ്ണുനീർ തുടയ്ക്കാൻ, എൻ്റെ വേദനയിൽ എന്നെ താങ്ങാൻ എൻ്റെ മകൻ എന്നോട് കൂടെയുണ്ട്. ഭർത്താവ് മരിച്ചപ്പോഴും ആ വിരഹ ദുഃഖം ഈ സഹോദരി അനുഭവിക്കുമ്പോഴും ഇവൾക്ക് പറയാനൊന്നുണ്ട്, എൻ്റെ മകൻ എൻ്റെ ഏക പ്രത്യാശയാണ്. ഹല്ലേലൂയ. പക്ഷേ ഈ നയീനിൽ, ആമേൻ, പട്ടണവാതിൽക്കൽ യേശു ഇവളെ കാണുമ്പോൾ ഇവൾക്ക് പറയാനൊന്നുണ്ട്, എൻ്റെ പ്രത്യാശ പോയി, എൻ്റെ പ്രതീക്ഷ പോയി, എനിക്ക് പ്രതീക്ഷയ്ക്കൊന്നുമില്ല, എനിക്കിനി പ്രതീക്ഷയ്ക്ക് വകയില്ല. എൻ്റെ തലമുറയത എന്നേക്കുമായി എന്നിൽ നിന്ന് ഈ മഞ്ചം എടുത്തോണ്ട് പോവുക. ഇന്ന് പകൽക്കാലം ഞാൻ ഇങ്ങനെ പറയും, നമ്മുടെ നന്മയെ പുറത്തോട്ട് വലിച്ചു കൊണ്ടുപോകുന്ന, നമ്മുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്തി കളയുന്ന ചില മണ്ഡലങ്ങളിലെ ഇന്ന് പകൽക്കാലം സ്വർഗം അതിനെ സന്ദർശിക്കാൻ ഇറങ്ങി വരിക. അതിനെ സന്ദർശിക്കാൻ സ്വർഗം ഇറങ്ങി വരിക. ദൈവത്തിൽ ആശ്രയിക്കുന്നവരുണ്ടോ ഇന്ന് പകൽക്കാലം പൂർണ്ണതയോടെ? എന്റെ പ്രത്യാശയായി പോകുന്നത് ഞാൻ എങ്ങനെ കരയാതിരിക്കും? എന്റെ പ്രതീക്ഷയായി പോകുന്നത് എനിക്ക് എങ്ങനെ ചുമ്മാതിരിക്കാൻ കഴിയും? ഹല്ലേലൂയ. ഈ സഹോദരി നിലവിളിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വഴികൾ നഷ്ടപ്പെടുമ്പോൾ, ഹല്ലേലൂയ, കരയുന്ന ഒത്തിരി പേരുണ്ട്. കരയരുതെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ കരയുന്നത് നമ്മുടെ കർത്താവിൻ്റെ മുമ്പിലാവണം, ഒരു മനുഷ്യൻ്റെ മുമ്പിലാകരുത്. ഒരു മനുഷ്യന് നമ്മളെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഒരു മനുഷ്യന് നമ്മുടെ സങ്കടത്തെയോ വേദനയോ അതിൻ്റെ ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിയത്തില്ല. പക്ഷെ സ്വർഗത്തിന് നമ്മളെ മനസ്സിലാക്കാൻ കഴിയും. കർത്താവിൻ്റെ പാദം, കർത്താവ്, എൻ്റെ കുഞ്ഞിൻ്റെ വിഷയം, എൻ്റെ കുടുംബത്തിൻ്റെ വിഷയം, എൻ്റെ സാമ്പത്തിക മേഖല, എൻ്റെ ജോലിയുടെ വിഷയം, എൻ്റെ ഭവനത്തിൻ്റെ വിഷയം, ഇങ്ങനെ പപ്പ എന്ന് പറഞ്ഞൊന്ന് കരഞ്ഞാൽ ഇന്ന് പകൽക്കാലം ഞാൻ ഇങ്ങനെ പറയും, അതിൻ്റെ നടുവിലും നമ്മളെ നിർത്തുന്ന ഒരുവനുണ്ട്. നമുക്ക് വേണ്ടി സന്ദർശിക്കുന്ന, നമ്മളെ സന്ദർശിക്കുന്ന ഒരുവനുണ്ട്. ഏതൊക്കെ മണ്ഡലം തകർത്ത് കളയുമെന്ന് വാദിച്ചാലും, ഹല്ലേലൂയ, ഈ മകൻ മരിച്ചു പോയെന്ന് അമ്മയുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചോക്കെ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ നോക്കുമ്പോൾ നാളെ ഒരു കാലത്ത് നമുക്ക് വേണ്ടി കുഞ്ഞുങ്ങൾ പ്രയോജനപ്പെടുന്നൊരു ചിന്ത നമുക്കില്ലേ? ഹല്ലേലൂയ. ഒന്ന് കരങ്ങളെ ഉയർത്തി എല്ലാവരും കർത്താവിനെ സ്തുതിച്ച് ഉച്ചത്തിൽ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു പ്രതീക്ഷയുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾക്ക് വേണ്ടി പ്രയോജനപ്പെടുമെന്ന്. ഈ അമ്മയുടെ ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടെ. ഇന്ന് പകൽക്കാലം ഒന്ന് ചിന്തിച്ചു നോക്കിയ, തലമുറകളുടെ വിഷയമായിട്ട് ഭാരപ്പെടുന്ന ഒത്തിരി അമ്മയപ്പന്മാർ ഇതിനകത്തുണ്ടെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. ഞാൻ ഈ വിഷയം ആമേൻ മെസ്സേജിനായിട്ട് ആമേൻ കഴിഞ്ഞ വ്യാഴാഴ്ചയുടെ രാത്രി ആമേൻ ഈ മെസ്സേജിന് വേണ്ടി ഞാനിതിനെ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധമ്മ പറഞ്ഞു, മക്കളുടെ വിഷയമായിട്ടിരിക്കുന്ന അമ്മയപ്പന്മാർക്ക് വേണ്ടി ഞാൻ സന്ദർശിക്കാൻ പോവാ. അവരുടെ കുടുംബങ്ങളെ ഞാൻ സന്ദർശിക്കും. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയിൽ ഈ വിഷയം ഞാനിങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാനിത് മുന്നേ പ്രസംഗിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ വീണ്ടും എന്തോ സിസ്റ്റർ നോക്കാനെന്ന്, എന്നാലും വായിച്ച് മെസ്സേജ് വീണ്ടും നോക്കും. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചേ, അമ്മയപ്പൻ, ഈ മക്കള് ഈ മകൻ മരിച്ചുപോയെന്നാണ് പറയുന്നേ. മരിച്ചുപോയെന്ന് പറയുന്നൊരു ഭൗതിക മണ്ഡലത്തിലെ മരണം മാത്രമല്ല. നിങ്ങളൊന്ന് ചിന്തിച്ചേ, അപ്പന് ആമേൻ ഒരപ്പനെയും രണ്ട് മക്കളെയും കുറിച്ചൊരു ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പൻ നമ്മളെ ഭാഷയിൽ ചിലർ പറയും മുടിയനായ പുത്രനാണ്. അപ്പൻ്റെ ഇളയ മകൻ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൻ്റെ രണ്ട് മക്കളിൽ ഇളയവനായ മനുഷ്യൻ. ഇളയവൻ എന്ന് അപ്പനോട് ചോദിക്കുക, അപ്പാ എനിക്കുള്ളത് എന്ത് ചെയ്യണം, എനിക്ക് തരണം എന്ന് പറഞ്ഞ് അപ്പൻ്റെ കയ്യിൽ നിന്ന് തനിക്കുള്ളത്, അപ്പൻ്റെ കയ്യിൽ നിന്ന് തനിക്ക് ലഭിക്കേണ്ട നന്മയെ പൂർണ്ണമായി താൻ വാങ്ങിച്ചിട്ട് ഹല്ലേലൂയ ഓടിപ്പോവുക. എല്ലാം വിറ്റ് പെറുക്കി സമ്പന്നനാകാൻ വേണ്ടി ദേശം വിട്ടു പോകുന്നൊരു മകനെ നമ്മൾ മുടിയനായ പുത്രനെന്നും ഹല്ലേലൂയ അപ്പൻ്റെ ഇളയ പുത്രൻ അല്ലെ മുടിയനായ പുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്ന അപ്പൻ്റെ രണ്ട് മക്കളിൽ ഇളയവനായ മകൻ ചെന്നു തനിക്കുള്ള സകലത്തെയും എന്ത് ചെയ്യൂ,
നഷ്ടപ്പെടുത്തി. എന്തൊക്കെ ഉണ്ടായിരുന്നു? അപ്പൻ്റെ കൈ നീട്ടിയ സമ്പത്തുണ്ടായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. നല്ല വസ്ത്രം ഉണ്ടായിരുന്നു. ആമേൻ. നല്ല മോതിരവും ആമേൻ കാലിന് ചെരുപ്പും എല്ലാം ഉണ്ടായിരുന്നു. അപ്പൻ്റെ അടുക്കെന്ന് പോകുമ്പോൾ എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം നഷ്ടപ്പെടുത്തി വെച്ച് ആമേൻ തിരിച്ചു വരുന്നൊരു വരവുണ്ട്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? തിരിച്ചു വരുന്നൊരു വരവ്. ആമേൻ വന്നു. അപ്പൻ കണ്ടപാടെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഇവനെ ഒന്ന് കുളിപ്പിച്ചെടുത്ത് ഡ്രസ്സ് പിടിപ്പിച്ച് നല്ല ചെരുപ്പ്, നല്ല വസ്ത്രം, ഹല്ലേലൂയ, നല്ല അരയ്ക്ക് ആമേൻ ഇടാനുള്ള എന്തൊക്കെയാണോ വേണ്ട, മോതിരം, കൈക്ക് മോതിരം എല്ലാം കൊടുത്തങ്ങ് സന്തോഷത്തോടെ നിൽക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ. മൂത്ത മകൻ വന്നിട്ട് ദേഷ്യത്തിൽ സംസാരിക്കുക. അന്നേരം അവനോട് അപ്പൻ തിരിച്ചു പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ ഈ മകൻ, എൻ്റെ ബാല്യക്കാരോട് പറയും, എൻ്റെ ഈ മകൻ മരിച്ചവനായിരുന്നു. ആക്ച്വലി മരിച്ചിരുന്നോ? ജഡത്തിൽ അവനുണ്ട്. പക്ഷേ ഹല്ലേലൂയ അപ്പന് പ്രയോജനപ്പെടാതെ പോയി. അപ്പന് പറയവൻ മരിച്ചവനാ. എൻ്റെ സമ്പത്ത് മുഴുവനും മുടിച്ചു കളഞ്ഞു, എൻ്റെ സമ്പത്ത് മുഴുവനും നശിപ്പിച്ചു കളഞ്ഞു. ഇവൻ മരിച്ചവനായിരുന്നു. ഇവൻ എനിക്ക് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നു. എൻ്റെ പ്രത്യാശ നഷ്ടമായി പോയി. പക്ഷെ ഒരു ദിവസം ഇവന് സുബോധം കൊടുത്ത് ദൈവമന് മടക്കിക്കൊണ്ടുവരികയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയും, ഇതുപോലെ നമ്മുടെ തലമുറകളിൽ ആരെങ്കിലും എവിടെങ്കിലും നഷ്ടപ്പെട്ട് കിടക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം പറയും, കർത്താവേ എൻ്റെ കുഞ്ഞിനെ ഒന്ന് ജീവിപ്പിക്കണം. ഹല്ലേലൂയ. അങ്ങനെ കരയുന്ന അപ്പനമ്മമാരുണ്ടെങ്കിൽ മക്കളുടെ വിഷയത്തെ ചൊല്ലി, അവരുടെ ഭാവിയെ ഓർത്ത്, അവരിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയെ ഓർത്ത് കരയുന്ന ഏതെങ്കിലും അമ്മയപ്പന്മാർ എന്നെ കേൾക്കുന്നെങ്കിൽ പറയൂ, കർത്താവേ എൻ്റെ കുഞ്ഞിനെ ഒന്ന് ജീവിപ്പിക്കണമേ. നമ്മളെ കൊണ്ട് കഴിയത്തില്ല അവരുടെ ചിന്തയെ മാറ്റാൻ. പക്ഷെ കഴിയുന്ന ഒരുവനുണ്ട്. മക്കളെ ഓർത്ത് കരയുന്ന ഭാരപ്പെടുന്നവരുണ്ടോ? ഇന്ന് പകൽക്കാലം സ്വർഗത്തിന്റെ ദൂത് മരിച്ചവനെ ജീവിപ്പിക്കുവാൻ ശക്തിയുള്ള ദൈവം, മരിച്ചവനെ ജീവിപ്പിക്കുവാൻ ശക്തിയുള്ള ദൈവം. കരയുന്ന അമ്മയപ്പന്മാരുടെ പറയാ, എനിക്ക് എന്റെ കുഞ്ഞിനെ മടക്കി വേണം, എന്റെ കുഞ്ഞ് മാനസാന്തരപ്പെടണം, അവൻ ദൈവത്തിന് പ്രയോജനപ്പെടണം, അവൻ ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനാകണം, അവൻ എന്റെ ഭവനത്തിന് അനുഗ്രഹമാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. മരിച്ചുപോയി. പ്രതീക്ഷ ഉണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു പോയി. പ്രത്യാശ ഉണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു പോയി. ഏക മകനാ. ഇവൻ എന്തേലും ചെയ്യും. എൻ്റെ ആവതില്ലാത്ത കാലത്ത് എന്നെ നോക്കും. എനിക്ക് വയ്യാണ്ട് കിടന്നൊരു ഗ്ലാസ് വെള്ളം തരും. ഇവൻ എൻ്റെ കുടുംബത്തെ, അവൻ എൻ്റെ തലമുറ, അല്ലെങ്കിൽ മുമ്പോട്ടുള്ള ജീവിതത്തിനകത്ത് എൻ്റെ പേർ നിലനിർത്തുന്നവനായിരിക്കും. ഇതൊക്കെയായിരുന്നു അമ്മയുടെ പ്രതീക്ഷ. പക്ഷെ നഷ്ടമായി പോയി. ഞാൻ പറയാം, മരണമെന്ന് പറയുമ്പോൾ ജഡത്തിലുള്ള മരണം മാത്രമല്ല, ഒരു മകൻ്റെ ഉത്തരവാദിത്വം, ആമേൻ, മകളുടെ ഉത്തരവാദിത്വം അപ്പനമ്മമാർക്ക് അവർ പ്രയോജനപ്പെടണമെന്നാണ്. എനിക്ക് ഉപദേശം കൂടി പോകുന്നത് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ ക്ലിപ്പിടുക, അല്ല ഞാൻ ഉപദേശിച്ച് നിങ്ങളെ ഇല്ലാണ്ടാക്കുന്നു പരാതി. ഹല്ലേലൂയ, ആമേൻ. ആണോ? അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കി എല്ലാവരും കണ്ണടച്ചോ, അവർ മാത്രം കൈ ഉയർത്ത്. ആമേൻ. ഹല്ലേലൂയ. അപ്പനമ്മമാർക്ക് പ്രയോജനപ്പെടണം മക്കൾ. ഹല്ലേലൂയ. പ്രയോജനപ്പെടണ്ടേ? ഹല്ലേലൂയ. ചില മക്കളുണ്ട് ജീവനോടിരിക്കുമ്പോൾ ചെന്ന് നോക്കുകയില്ല. ഹല്ലേലൂയ. മരിക്കുമ്പോൾ പോകുമ്പോൾ കൊടുക്കാൻ പ്രയോജനമുണ്ടോ? ഹല്ലേലൂയ. അപ്പനമ്മമാർ ജീവനോടിരിക്കുമ്പോൾ അവർക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന സ്നേഹം കൊടുക്കണം. ആമേൻ. ഹല്ലേലൂയ, ആമേൻ. അങ്ങനെയുള്ളവർക്ക് അനുഗ്രഹം വരും. അവർ പറയുന്നത് അനുസരിക്കണം. ഹല്ലേലൂയ, ആമേൻ. ഒരു 18 വയസ്സ് 18 വയസ്സൊക്കെ ആകുമ്പോൾ പിന്നെ അപ്പനും അമ്മയും പറയുന്നത് കേൾക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഹല്ലേലൂയ. അവർ പറയും ഞങ്ങൾക്ക് സ്വയമായിട്ട് ചിന്തിക്കാൻ പ്രാപ്തിയുള്ളവരാണ് എന്ന് പറയുമ്പോൾ എന്ന് ഇവർ തന്നെ ചിന്തിക്കുമ്പോൾ ഇവർക്ക് ഇച്ചിരി ദേഷ്യമൊക്കെ വരും. നമ്മളെ ഡോക്ടർമാർ ഇതിനെ ഹോർമോണൽ ചേഞ്ച് കൊണ്ട് വരുന്നതെന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ. ഹല്ലേലൂയ. മക്കളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ഹല്ലേലൂയ.
നീ ഭൂമിയിൽ ദീർഘായുസോടിരിക്കേണ്ടതിന് നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം. ഹല്ലേലൂയ. നമ്മൾ പറയും നമ്മൾ കല്യാണം കഴിഞ്ഞ് പിള്ളേരുമൊക്കെ ആയി, ഇനിയൊക്കെ അതിൻ്റെ ആവശ്യമുണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ഹല്ലേലൂയ, ഉണ്ട്. നിങ്ങളതിനെ നിഷേധിക്കരുത്. അവൻ എത്ര പ്രായമായാലും നിങ്ങളുടെ അപ്പനും അമ്മയും ജീവിച്ചു, നിങ്ങൾക്ക് ചിലപ്പോൾ കൊച്ചുമക്കളും ആയിട്ടുണ്ടാകും, നിങ്ങളുടെ അപ്പനും അമ്മയും ജീവിച്ചിരിക്കുന്നുണ്ടോ? അവരെ ബഹുമാനിക്കുക. അതിൻ്റെ അനുഗ്രഹം നമ്മുടെ മേൽ ദൈവം തരും. നമ്മളവരെ ബഹുമാനിക്കുന്നത് കണ്ടിട്ടാണ് നമ്മുടെ പിള്ളേരും കൊച്ചുമക്കളും നമ്മളെ ബഹുമാനിക്കാനടുത്ത്. ഹല്ലേലൂയ. ഇന്നത്തെ കാലത്ത് അത് ഇല്ലാതെ തകർന്നു പോവുക. കുടുംബ ബന്ധങ്ങളുടെ വിലയറിയത്തില്ല, മുതിർന്നവരുടെ വിലയറിയത്തില്ല, അവരെ ബഹുമാനിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ. എന്നോട് പിണങ്ങല്ലേ, പിണങ്ങിയാലും കാര്യമില്ല, എന്നെ പാസ്റ്റമിക്കവാറും പഞ്ഞിക്കിടും. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം, അപ്പനെയും അമ്മയും ബഹുമാനിച്ചല്ലാതെ നമുക്ക് ഭൂമിയിലായിരിക്കുമ്പോൾ വരേണ്ടെന്ന നന്മ വരത്തില്ല, അനുഗ്രഹം വരത്തില്ല. അവരോട് കയർത്ത് സംസാരിക്കരുത്. അവർ പറയുന്നത് മാക്സിമം ക്ഷമയോടെ നിങ്ങൾക്ക് ദേഷ്യം വരുമായിരിക്കും, ഇഷ്ടപ്പെട്ടില്ലായിരിക്കും, കേൾക്ക്, ക്ഷമയോടെ കേൾക്ക്. ക്ഷമയോടെ മറുപടി പറയാൻ കഴിയുമെങ്കിൽ പറയില്ലെന്നുണ്ടെങ്കിൽ വായി ഒന്നും മിണ്ടാണ്ടിരുന്നേ. അവരെ വേദനിപ്പിക്കരുത്. ഹല്ലേലൂയ. അവരുടെ ഒരു അനുഗ്രഹത്തിൻ്റെ വാക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ചയെ മാറ്റാൻ ശക്തിയുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം ഈ വിഷയം പറഞ്ഞെന്ന് തോന്നുന്നു, ഞാൻ അവിടോട്ട് തോന്നുന്നില്ല. ഞാനൊരു കാര്യം പറയാം, അമ്മയപ്പന്മാർ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മയപ്പന്മാരോട് ഞാൻ ഒരു കാര്യം ഉറപ്പോടെ പറയും, നിങ്ങളുടെ തലമുറകളെ മടക്കി തരുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. അവരെ മടക്കി കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് പ്രയോജനമുള്ളവരായി. അപ്പന് പ്രയോജനമില്ലാത്തവനെ പോലെ അപ്പൻ്റെ കയ്യിൽ നിന്ന് സമ്പത്ത് നഷ്ടപ്പെടുത്തി ഓടിപ്പോയ മകനെ നോക്കിയിട്ട് അപ്പൻ പറയുക, ഇവൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ഈ വിധവയ്ക്ക് പറയാനൊന്നുണ്ട്, എൻ്റെ മകൻ മരിച്ചുപോയി, ഇവനെ ചൊല്ലി എൻ്റെ പ്രതീക്ഷയായിരുന്നു, ഇവനെ കുറിച്ച് എൻ്റെ ആഗ്രഹമായിരുന്നു, പക്ഷെ എല്ലാ പ്രതീക്ഷയും നഷ്ടമായി, എല്ലാ സാധ്യതകളും അടഞ്ഞുപോയി. ആമേൻ. ജീവിതം നയിനകത്താ. പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, പച്ചപ്പുണ്ട്, പക്ഷെ നയിനകത്ത് ജീവിക്കുമ്പോൾ തന്നെ ജീവിതത്തിനകത്ത് പ്രതീക്ഷ നഷ്ടപ്പെട്ടുകൊണ്ട്, ജീവിതത്തിൻ്റെ പ്രത്യാശ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു മഞ്ചം വന്ന് ഈ മകനെ വഹിച്ചുകൊണ്ട് പോകുക. ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം, നമ്മുടെ ജീവിതത്തിനകത്ത് നന്മയെ വലിച്ചു കൊണ്ടുപോകുന്ന സകല മഞ്ചത്തോടും ഇടപെടാൻ നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ചിന്തയ്ക്കും അസാധ്യമായിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് പറയാനൊന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ മടക്കി തരുന്ന, നമ്മുടെ തലമുറ, നമ്മുടെ കുടുംബത്തിന് പ്രയോജനമാക്കി മടക്കി തരുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളെ കാണുന്നുണ്ട്. ആ സ്വർഗം ഇറങ്ങും നമുക്ക് വേണ്ടി. നമ്മുടെ മഞ്ചങ്ങളെ അവൻ മാറ്റുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ശക്തി ഇറങ്ങും. ചിലതിനെ ചുമന്നു കൊണ്ടുപോകുന്ന മഞ്ചം, ഹല്ലേലൂയ, ലഹരിയുടെ മഞ്ചങ്ങൾ വാഴുന്ന ഭവനങ്ങളുണ്ട്. ഹല്ലേലൂയ. ലഹരിയുടെ മഞ്ചങ്ങൾ വാഴുന്ന ഭവനം. പറയണം, കർത്താവേ എന്നെ സന്ദർശിച്ചേ മതിയാകത്തുള്ളൂ. ഈ വിധവയുടെ ഭവനത്തിനകത്ത് തൻ്റെ മകനെ തിരിച്ചു കൊടുക്കുമ്പോൾ ലോകം മുഴുവൻ കൂടെ ഇന്ന് എല്ലാവരും പറയുക, എല്ലാവരും ഭയപ്പെടുക, ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ആ സന്ദർശനം എൻ്റെ കുടുംബത്തിനകത്ത് വരണം, എൻ്റെ തലമുറയൊന്ന് തുറണം. അവൻ മാനസാന്തരപ്പെടണം, അവൻ കുടുംബത്തിന് പ്രയോജനപ്പെടണം, അവൻ ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടണം എന്ന് താല്പര്യമുള്ള അമ്മയപ്പന്മാർ പറഞ്ഞു, കർത്താവേ എന്റെ കുടുംബത്തെ അങ്ങൊന്ന് സന്ദർശിച്ചേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. അമ്മ പറയാം, അമ്മ കരയാം, നഷ്ടമായി പോയി. അവൻ മനുഷ്യൻ പറയാം, മടക്കി തരത്തില്ല. ഇവൻ പോകുക, അവൻ അല്ലെ പുറത്ത്, പാളയത്തിന് പുറത്ത് അവൻ കുഴിച്ചിട്ടയ്ക്കുന്ന കുഴിക്കകത്തോട്ട് ഇനി ഒരിക്കലും മടങ്ങി വരത്തില്ലെന്ന് പറഞ്ഞ് ഇവനെ മടക്കി വരുത്തത്തില്ലെന്ന് പറഞ്ഞ് മനുഷ്യൻ വലിച്ചോണ്ട് പോകുമ്പോ, ആമേൻ, ചില മഞ്ചങ്ങളെ സ്വർഗം എന്ന് തൊടും. ലഹരിയായിരിക്കാം അവരെ വലിച്ചോണ്ട് പോകുന്നത്. ചിലർക്കത് മൊബൈലാ. ഒരു കഞ്ചാവ്, ഒരു മദ്യം ഒന്നും ഉപയോഗിക്കാത്ത പിള്ളേർ മൊബൈലിനകത്ത് അഡിക്റ്റായി പോകുന്നുണ്ടോ? ഹല്ലേലൂയ. അതിനകത്ത് ആവശ്യമില്ലാത്ത ഗെയിം എല്ലാം എടുത്ത് കളിച്ച്, ആമേൻ, ഹല്ലേലൂയ. ഇടയ്ക്ക് പത്രത്തിലൊക്കെ ന്യൂസ് വന്നു, ഫ്രീ ഫയർ പോലെ എന്തൊക്കെ, അതുപോലെ എന്തൊക്കെയോ ഗെയിം കളിച്ചിട്ട് ദൂരെ എവിടോ ഇന്ന് ആരൊക്കെയോ കൊടുത്ത ഓർഡർ കേട്ട് ഒന്നുകിൽ ഈ മകൻ മരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരാളെ കൊല്ലണം, അങ്ങനെ സ്വയം ചാകുകയും കുടുംബത്തിൽ മറ്റുള്ളവരെ കൊല്ലുകയും ചെയ്ത ന്യൂസുകൾ നമ്മൾ പത്രത്തിൽ വായിക്കുന്നവരാ. ഏതാ നമ്മുടെ കുഞ്ഞുങ്ങളെ വലിച്ചുകൊണ്ട് പോകുന്ന മഞ്ചമെന്ന് തിരിച്ചറിഞ്ഞേ, എന്നിട്ട് പറഞ്ഞ, കർത്താവേ ആ മഞ്ചത്തെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം.
കഴിയുന്ന സ്വർഗത്തിന് മാത്രമാണ്. ആ മഞ്ചത്തെ തൊടുവാൻ കഴിയുന്ന സ്വർഗത്തിന് മാത്രമാണ്. ലോകത്തിനകത്ത് നമ്മൾ ഒതുങ്ങിപ്പോകുമെന്ന് ശത്രു പറയുമ്പോൾ, ആ മഞ്ചങ്ങൾ നമ്മുടെ തലമുറയും നന്മയും അവൻ വലിച്ചോണ്ട് പോയെന്ന് ശത്രുവായൻ പറയുമ്പോൾ, ഇന്ന് പകൽക്കാലം പറയാ, കർത്താവേ, എൻ്റെ മകനെ, എൻ്റെ കുഞ്ഞിനെ, എൻ്റെ തലമുറയെ അവൻ ദോഷകരമായി ബാധിക്കുന്ന മഞ്ചത്തെ സ്വർഗം ഇന്ന് പകൽക്കാലം തൊടണം. നമ്മളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ അത് സ്വർഗത്തിന് ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. അവൻ തലമുറകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടായിരിക്കുന്നവർ പ്രാർത്ഥിക്കുക, കർത്താവേ, എൻ്റെ തലമുറയെ തിരിച്ചു കൊണ്ടുവരണം. ലഹരിയായിരിക്കാം അവനെ കൊണ്ടുപോകുന്നത്, ദൈവഹിതമല്ലാത്ത കൂട്ടുകെട്ടുകളായിരിക്കാം അവനെ കൊണ്ടുപോകുന്നത്. അവൻ ഈ ലോകത്തിലെ ഏത് പ്രലോഭനത്തിനകത്ത് അവൻ കുഞ്ഞ് വീണു പോയിട്ടുണ്ടെങ്കിലും അതിനകത്തുനിന്ന് അവൻ നിങ്ങളിലേക്ക് സമാധാനത്തോടെ കുഞ്ഞിനെ മടക്കി വരുത്തുവാൻ കഴിയുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഇന്ന് പകൽക്കാലം പറഞ്ഞു, സ്വർഗമേ, എൻ്റെ തലമുറയൊന്ന് സന്ദർശിക്കണം. ഹല്ലേലൂയ. ചിലയിടത്തുള്ള മഞ്ചങ്ങൾ ആഭിചാരത്തിൻ്റെ മണ്ഡലമാണ്. വന്ന് കിടന്നിട്ട് വീട്ടിനകത്ത് വരുന്ന മുഴുവൻ ഒഴുക്കിക്കൊണ്ടുപോകും. ചില ശത്രുവിൻ്റെ മണ്ഡലങ്ങൾ ആ മഞ്ചങ്ങളെ അവൻ സ്വർഗം എന്ന് സ്റ്റോപ്പ് ചെയ്യും. സമ്പത്തിനെ ഒഴുക്കിക്കൊണ്ടുപോകുന്ന മഞ്ചങ്ങളെ സ്വർഗം എന്ന് സ്റ്റോപ്പ് ചെയ്യും. ഇന്ന് പകൽക്കാലം പറഞ്ഞ കർത്താവേ, എൻ്റെ ജീവിതം പുറമേ നിന്ന് നോക്കുന്നവർക്ക് മനോഹരമാണെങ്കിൽ അതിൻ്റെ അകത്തളങ്ങളെ പോലും വാസ്തവത്തിൽ മനോഹരമാക്കി തീർക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തിൻ്റെ ശക്തി ഇന്ന് പകൽക്കാലം സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി അയച്ചേ മതിയാകത്തുള്ളൂ. ശത്രു അവകാശം പറയുന്ന തലമുറയുടെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം ചലിക്കട്ടെ. ശത്രു അവകാശം പറയുന്ന അവൻ അല്ല കുടുംബങ്ങളുടെ മേൽ അവൻ എല്ലാ മഞ്ചത്തിന്റെ ഒഴുക്കുകളും നിൽക്കട്ടെ എന്ന് പകൽക്കാലം. നന്മയ്ക്ക് വിരോധമായി നിൽക്കുന്നവർ ഇടപെടുവാൻ കഴിയുന്ന ഒരേ ഒരാൾ അത് നമ്മുടെ സ്വർഗത്തിലെ ദൈവം മാത്രമാണ്. ഹല്ലേലൂയ. വചനം പറയുന്നു, ഇവളുടെ കണ്ണുനീർ കണ്ടപ്പോൾ, ഈ സഹോദരന്റെ കണ്ണുനീർ കണ്ടപ്പോൾ യേശുവിന് മനസ്സലിഞ്ഞു. കരയുന്നവരുണ്ടോ ഇതിനകത്ത്? ഭാരപ്പെടുന്നവരുണ്ടോ? ഏത് വിഷയത്തിനകത്തായാലും, നിങ്ങൾക്ക് ചിലപ്പോൾ തലമുറയുടെ വിഷയമായിരിക്കാം, രോഗമായിരിക്കാം, നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കാം. കരയുന്നവരെ കണ്ട കർത്താവ് നിൽക്കും. ഹല്ലേലൂയ. കർത്താവ് നിൽക്കും. സ്വർഗം പറയും, ഞാൻ ആ കണ്ണുനീരിനെ കടന്നു പോകാൻ എനിക്കൊക്കത്തില്ല. കണ്ണുനീരിനെ കടന്ന് കർത്താവ് പോകത്തില്ല. ഒരടി പോലും മുമ്പിലോട്ട് കർത്താവ് വെക്കത്തില്ല. കർത്താവ് അവിടെ നിൽക്കും നമുക്ക് വേണ്ടി. നമ്മുടെ വിഷയത്തിനകത്ത് ഇടപെടുവാൻ. നുറുങ്ങുന്നവരുണ്ടോ? വേദനിക്കുന്നവരുണ്ടോ? വചനം പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവിടെ നിന്ന് രക്ഷിക്കുന്നു. ഹൃദയനുറുക്കത്തോടെ, ഭാരത്തോടെ, വേദനയോടെ ചില മഞ്ചങ്ങൾ അഫക്റ്റ് ചെയ്യുന്നത് മുഖാന്തരമായി നമ്മുടെ ജീവിതത്തിലെ നന്മ അവൻ ചോർന്നു പോയെന്ന് ഭാരത്തോടെ ഇരിക്കുന്നവരുടെ സ്വർഗം പറയും, ഇന്ന് ചിലതിനെ സ്വർഗം സന്ദർശിക്കാൻ പോവുക. ഹല്ലേലൂയ. അവൻ വചനം പറഞ്ഞു, എളിയവരുടെ പീഡയും ദരിദ്രരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും. സ്വർഗം ഇന്ന് പകൽക്കാലം ചിലതിനെ സന്ദർശിക്കാൻ പോവുക. നിന്റെ കുടുംബത്തിന്റെ സമാധാനത്തെ എടുത്തുകൊണ്ടുപോകുന്ന മഞ്ചത്തെ സ്വർഗം സ്റ്റോപ്പ് ചെയ്യാൻ പോവുക. നിന്റെ സന്തോഷത്തെ എടുത്തുകൊണ്ടുപോകുന്ന മഞ്ചത്തെ സ്വർഗം സ്റ്റോപ്പ് ചെയ്യാൻ പോവുക. നിങ്ങളുടെ തലമുറയെ കുടുംബത്തിനകത്ത് പ്രയോജനപ്പെടാതെ വലിച്ചുകൊണ്ടുപോകുന്ന മഞ്ചത്തെ ഇന്ന് പകൽക്കാലം സ്വർഗം സ്റ്റോപ്പ് ചെയ്യാൻ പോവുക. പറയാൻ പറ്റുമോ? കർത്താവ് ഇന്ന് പകൽക്കാലം എന്നെ സന്ദർശിച്ചേ മതിയാകത്തുള്ളൂ. ഇന്ന് പകൽക്കാലം എന്നെ സന്ദർശിക്കണം. ചില ഇരുളിൻ്റെ ആധിപത്യങ്ങൾ സ്വർഗം ഉടച്ചു മാറ്റും. കുടുംബങ്ങൾക്ക്, തലമുറകൾക്ക് വിരോധമായി വെല്ലുവിളി വരുന്ന ചില അശുദ്ധ വ്യാപാരങ്ങളെ സ്വർഗം മുടച്ചു മാറ്റും. കണ്ണുനീരൊഴുക്കുന്നവരുണ്ടോ? ഭാരത്തോടെ ദൈവസന്നിധിയിൽ നിങ്ങളുടെ വിഷയം പങ്കുവെക്കുന്നവരുണ്ടോ? യേശു കർത്താവ് വന്നു, മഞ്ചത്തിൽ തൊട്ടു, ചുമക്കുന്നവർ നിന്നു. അല്ല, കർത്താവ് ഒറ്റ വാക്ക്, ആമേൻ, ബാല്യക്കാര എഴുന്നേൽക്കുക. ഈ മകനെ എഴുന്നേൽപ്പിച്ച് ഈ അമ്മയുടെ കയ്യിലേക്ക് മടക്കി കൊടുക്കുക. ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, തലമുറയുടെ മാനസാന്തരത്തിന് വേണ്ടിയും അവരുടെ നന്മയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നവർ, അവരെ ചുമന്നു കൊണ്ടുപോകുന്ന മഞ്ചം അതെന്തോ ആയിക്കൊള്ളട്ടെ, അതിനകത്തുനിന്നൊരു വിടുതലിന് വേണ്ടി ഞാൻ ദൈവസന്നിധിയിൽ
പ്രാർത്ഥനയോടെ ആയിരിക്കുന്നെന്ന് പറയുന്നവർ ഇന്ന് പകൽക്കാലം കണ്ണുകൾ മൂടി, അങ്ങനെയുള്ള വ്യക്തികൾ മാത്രം, ആമേൻ. മറ്റെല്ലാവരും കണ്ണു മൂടിയേ ഒരു സെക്കൻഡ്. ഞാൻ ആ വിഷയത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുന്നു. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ഇന്ന് പകൽക്കാലം അങ്ങനെ വേദനയോടെ ഇരിക്കുന്ന അമ്മയപ്പന്മാരുടെ വിഷയത്തിനകത്ത് ഇന്ന് പകൽക്കാലം സ്വർഗീയ സന്ദർശനം. അങ്ങനെ ഉള്ളവരൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? കുഞ്ഞുങ്ങളുടെ വിഷയമായി ബന്ധപ്പെട്ട് തലമുറകളുടെ മാനസാന്തരം, ആമേൻ, ഹല്ലേലൂയ, അവരുടെ, ആമേൻ, ഹല്ലേലൂയ, മാറ്റം, അവർ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടണം. അവർ ഒതുങ്ങിക്കിടക്കുന്ന വിഷയത്തിനകത്ത് സ്വർഗം അവരെ ബാക്കിയുള്ളവരൊന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ച്, ആരും പരസ്പരം നോക്കല്ലേ ഒരു നിമിഷം. നമ്മൾ സഭയായി, സഭയ്ക്കകത്ത് അങ്ങനെയുള്ള വിഷയങ്ങളുമായി ഇരിക്കുന്ന വ്യക്തികൾക്കായി, കുടുംബങ്ങൾക്കായി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത്, ആമേൻ, തലമുറകളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഈ അമ്മയപ്പന്മാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാണ്. കർത്താവെ, അവിടെ നിറങ്ങണമേ അപ്പാ. ഇവരുടെ തലമുറകൾക്ക് വിരോധമായി ചലിക്കുന്ന സകല മഞ്ചത്തിന്റെ സ്വാധീനങ്ങളെയും, കുടുംബത്തിന് വിരോധമായി വന്ന ചില ആഭിചാരത്തിന്റെ മണ്ഡലങ്ങൾ തലമുറകളെ അഫക്റ്റ് ചെയ്തിട്ട് അവരെ പുറത്തു വിടാതെ പിടിച്ചൊതുക്കി വെച്ചിരിക്കുന്ന ആ ആഭിചാരത്തിന്റെ മണ്ഡലങ്ങളെയും എൻ്റെ മേൽ പകർന്നിരിക്കുന്ന അധികാരത്തിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. ആഭിചാരത്തിന്റെ മണ്ഡലങ്ങൾ തലമുറയുടെ ഉയർച്ചയ്ക്ക്, നന്മയ്ക്ക് തടസ്സമായി വ്യാപരിക്കുന്ന സകല ആഭിചാരത്തിന്റെ മണ്ഡലങ്ങളെയും അധികാരത്തോടെ ഇന്ന് പകൽക്കാലം ഞാൻ ബ്രേക്ക് ചെയ്യുക. ബ്രേക്ക് ചെയ്യുന്നു. കൈവിഷ സംബന്ധമായ കെട്ടുകൾ തലമുറകളിൽ നിന്ന് ആഴിയട്ടെ, 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 ആഴിയട്ടെ. ലഹരിയുടെ ആസക്തികൾ ആഴിയട്ടെ തലമുറകളിൽ നിന്ന്. അശുദ്ധ വ്യാപാരങ്ങൾ ആഴിയട്ടെ. മൊബൈൽ അഡിക്ഷൻസ് ആഴിഞ്ഞു മാറട്ടെ. മരിച്ചവൻ ജീവിക്കുന്നത് പോലെ, മരിച്ച ബാല്യക്കാരൻ ജീവിച്ചെഴുന്നേറ്റതുപോലെ ഇന്ന് പകൽക്കാലം തലമുറയുടെ വിഷയമായി ദൈവം നിൽക്കുന്ന അമ്മയപ്പന്മാർക്ക് വേണ്ടി ദൈവത്തിന്റെ അഗ്നി ഇപ്പോൾ ഇറങ്ങട്ടെ. കർത്താവ്, എഴുന്നേറ്റ് നിൽക്കുന്ന കുടുംബങ്ങൾക്ക് വിരോധമായി, ഈ അമ്മയപ്പന്മാരുടെ തലമുറകൾക്ക് വിരോധമായി ചലിക്കുന്ന സകല ഈവിൾ സ്പിരിറ്റിനെയും സകല മഞ്ചത്തിന്റെ ശക്തികളെയും ഇപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു. മഹത്വം ചലിക്കട്ടെ കർത്താവേ, അങ്ങ് സ്പർശിക്കണം. മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മയപ്പന്മാരുടെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരെ ഗൈഡ് ചെയ്യുന്ന സകല അശുദ്ധ സ്പിരിറ്റുകളും പൊട്ടിമാറണം. ലഹരിയുടെ ആസക്തികൾ പൊട്ടിമാറണം. ഇരുളിൻ്റെ ആധിപത്യങ്ങൾ പൊട്ടിമാറണം. പാരമ്പര്യ സ്പിരിറ്റുകൾ പൊട്ടിമാറണം. ദൈവത്തിൻ്റെ ശക്തി നന്മയ്ക്കായി സ്വർഗം അവിടുന്ന് പകരുമാറാകണം. ദൈവത്തിൻ്റെ മഹത്വം ഇപ്പോൾ ആ തലമുറകളെ സന്ദർശിക്കട്ടെ. വിടുതലിലേക്കും സമാധാനത്തിലേക്കും വരണം. മാതാപിതാക്കൾ കീഴ്പ്പെട്ട് വരണം. അവരുടെ തലമുറയുടെ നന്മകളെ, വിദ്യാഭ്യാസ മേഖലയെ, ഉയർച്ചയെ, ജോലിയെ തടഞ്ഞു വെച്ചിരിക്കുന്ന സകല സ്പിരിറ്റുകളെയും ഇന്ന് പകൽക്കാലം അധികാരത്തോടെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. മഹത്വം ചലിക്കട്ടെ കർത്താവേ. അടുത്ത നാളുകൾ ഒരു വലിയ ദൈവപ്രവർത്തിക്കായി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. സ്വർഗം അത് ചെയ്തെടുക്കണം. അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇരുന്നാട്ടെ. സ്വർഗം നമുക്ക് വേണ്ടി ചിലത് ചെയ്യും. ആമേൻ. ഈ വിഷയം എടുക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിനെ പ്രേരിപ്പിച്ചൊരു കാര്യം, അങ്ങനെയുള്ള വിഷയങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധാത്മ പ്രേരിപ്പിച്ചു. ഞാൻ ഈ വിഷയം തന്നെ വെള്ളിയാഴ്ച എടുത്തു. അന്നേരം അവിടെ ചർച്ചിനകത്തും അത് പ്രാർത്ഥിക്കുവാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പരിശുദ്ധാത്മ പ്രേരിപ്പിച്ചു, പ്രാർത്ഥിച്ചു. അല്ല, ഞാൻ വിശ്വസിക്കുന്നു ചിലതിൻ്റെ കെട്ട് സ്വർഗം പൊട്ടിക്കും. ചിലതിനെ ചുമന്നു കൊണ്ടുപോകുന്ന ചില ലഹരിയുടെ ആസക്തികൾ പൊട്ടിയിട്ടുണ്ട്. ഹല്ലേലൂയ. ചിലതിനെ ആമേൻ അടക്കി വാഴുന്ന ചില പാരമ്പര്യ സ്പിരിറ്റുകൾ പൊട്ടിയിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കുക, സ്വർഗം വലിയവ നമുക്ക് വേണ്ടി ചെയ്യും. ഹല്ലേലൂയ. നമ്മുടെ തലമുറകളെ നമുക്ക് വേണ്ടി പ്രയോജനപ്പെടാൻ ദൈവം തന്നതാ. അവർ നമുക്ക് പ്രയോജനപ്പെടും. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നന്മ നമ്മുടെ കുഞ്ഞുങ്ങളിലൂടെ നമ്മൾ അനുഭവിക്കും. വിശ്വാസമുള്ളവരെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ.
കാരണം ആമേൻ ഹല്ലേലൂയ, ദൈവഭക്തിയുള്ള കുടുംബത്തിനകത്തൊരു തലമുറ നശിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവസന്നിധിയിൽ കൊടുക്കാം ചില മഞ്ചങ്ങളുടെ ഒഴുക്കുകളെ സ്വർഗം നിർത്തുക. ആമേൻ. സാമ്പത്തികമായി അവൻ ഉടച്ചു വെച്ചിരിക്കുന്ന ചില മേഖല, വരുമാനം വരുന്നുണ്ട് പക്ഷെ പോകുന്ന വഴി അറിയുന്നില്ല. ആമേൻ. ഒഴുക്കിക്കൊണ്ട് പോവുക. ആ ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് കൂടെ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് എനിക്കൊരു പ്രേരണ തരുന്നതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. വരുന്നുണ്ട് പക്ഷെ വന്ന് തീരുന്നതിന് മുമ്പ് കടവും കൂടെ വാങ്ങിയാലേ ആമേൻ ആ മാസം അല്ലെങ്കിൽ ചില ദിവസങ്ങൾ കടന്നു പോകുന്നുള്ളൂ. അങ്ങനെയുള്ളവരുണ്ട്. ഒന്ന് കര ഉയർത്തിയേ, ഒന്ന് എഴുന്നേറ്റ് നിന്നേ. വരുമാനം വരുന്നുണ്ട് പക്ഷെ നിക്ഷേപം വരുന്നില്ല. ഉറവുണ്ട്, അതിൽ പുഷ്ടി വെളിപ്പെടുന്നില്ല. കാണാൻ പോലും ഇല്ല, ബാക്കി കാണാനില്ല. ഇന്ന് പകൽക്കാലം പറഞ്ഞ കസാവേ, എൻ്റെ സമ്പത്തിനെ നാനാവിധമായി ഒഴുക്കിക്കളയുന്ന ആ മണ്ഡലങ്ങളെ സ്വർഗം ഇന്ന് തടയണം. ഒരു സാധാരണമായ ദൈവ സാന്നിധ്യം ഇതിനകത്ത് ഇറങ്ങുന്ന ഞാൻ അനുഭവിക്കുന്നു. ഞാൻ ഉറപ്പോടെ പറയാം, ആമേൻ, ഇതിനകത്ത് ഏൽപ്പിക്കപ്പെട്ട് സമർപ്പണത്തോടെ നിൽക്കുന്ന ചില കുടുംബങ്ങൾക്കകത്ത് അസാധാരണമായ സാമ്പത്തിക ഡെലിവറൻസ് സ്വർഗം തരും. കഴിഞ്ഞ ചില ദിവസങ്ങൾ കൊണ്ട് എനിക്ക് തോന്നുന്നു ഒരാഴ്ചയിലധികമായി പരിശുദ്ധാത്മാവിനെ പ്രേരിപ്പിക്കുന്ന വിഷയമാണ് സാമ്പത്തികമായ ഡെലിവറൻസിന് വേണ്ടി ചർച്ചിനകത്ത് പ്രാർത്ഥിക്കണമെന്നൊരു വിഷയം. ഞാൻ അഭിഷിക്തനോട് പറയണമെന്നാണ് ചിന്തിച്ചിരുന്നത്. പക്ഷേ ഇന്ന് പരിശുദ്ധാത്മാവിനെ പ്രേരിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ചില സാമ്പത്തിക മേഖലയ്ക്കകത്ത് വിട്ടുമാറാതെ കിടക്കുന്ന കടബാധ്യതകളെ ഞാൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ കുടുംബങ്ങൾക്കകത്തുന്ന വ്യക്തികളിൽ നിന്ന് ശാസിക്കുന്നു. എന്നേക്കുമായി അത് വിട്ടുമാറട്ടെ. കടബാധ്യതകൾ വിട്ടുമാറട്ടെ. സാമ്പത്തിക പ്രതിസന്ധികൾ മാറട്ടെ. വരുന്ന വരവിനെ നാനാവിധമാക്കി ചിതറിച്ചു കളയുന്ന ഭവനത്തിനകത്തും നിക്ഷേപങ്ങൾ ഉണ്ടാകാതെ തന്റെ കൈകൾ നിക്ഷേപമില്ലാത്തതുപോലെ ജനത്തെ ചോർത്തിക്കളയുന്ന എല്ലാ അശുദ്ധ വ്യാപാരങ്ങളെ ഇന്ന് പകൽക്കാലം ശാസിക്കുന്നു. വിട്ടുമാറുക. ദൈവജനത്തിന്റെ കയ്യിൽ നിക്ഷേപങ്ങൾ വരട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, ദൈവ സാന്നിധ്യത്തിന്റെ മറവിലെ കേൾപ്പിച്ചു തരുന്ന ദൈവജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിക്ഷേപങ്ങൾ വരട്ടെ. നാനാവിധമായ ചിലവുകൾ മാറട്ടെ. വരുമാനങ്ങളെ ഉറവുകൾ വർദ്ധിക്കട്ടെ. ഉറവില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി വേത്തരമായ ഉറവുകളെ സ്വർഗം തുറന്നാട്ടെ. കർത്താവേ, മഹത്വം ചലിക്കണം, സാന്നിധ്യം കൂടെ ഇരിക്കണം. കരങ്ങളിലേക്ക് തരുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നേ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങിയാൽ ശത്രുവിന് നമ്മളെ ജയിക്കാനൊക്കത്തില്ല. അശുദ്ധമായ മണ്ഡലം ഏതു തന്നെയായാലും അതിനെ സ്വർഗം സ്റ്റോപ്പ് ചെയ്തിട്ട് ഇന്ന് പകൽക്കാലം കുടുംബങ്ങൾക്കകത്തേക്ക് ദൈവിക വിടുതലുകളെ സ്വർഗം കൽപ്പിക്കട്ടെ. കർത്താവ്, ഇന്ന് പകൽക്കാലം ഞാൻ ഒരുമിച്ച് കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം ചലിക്കട്ടെ. ഇവിടെ നന്മകളെ ചോർത്തുന്ന, സമാധാനത്തെ ചോർത്തുന്ന, സന്തോഷത്തെ ചോർത്തുന്ന സകല അശുദ്ധ വ്യാപാരങ്ങളെ ഇന്ന് പകൽക്കാലം സ്റ്റോപ്പ് ചെയ്യുക. ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ ഉടയണം, അന്ധകാരത്തിന്റെ മണ്ഡലങ്ങൾ ഉടയണം. കർത്താവയുടെ സമാധാനത്തെയും സന്തോഷത്തെയും കെടുന്ന സകല അശുദ്ധ വ്യാപാരങ്ങളും ഉടയട്ടെ. കർത്താവ് മനോഹരമായതെന്നത് പേരാണെങ്കിൽ അതുപോലെ കുടുംബങ്ങൾ അകത്തളങ്ങളും പുറവും ഒരുപോലെ മനോഹരമാകട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്, ഞങ്ങളുടെ യൗവനക്കാർക്ക് വിരോധമായ അവകാശം പറയുന്ന സകല പോരാട്ടങ്ങളെയും ഉടച്ചു മാറ്റണം. ഇതിനകത്തിരിക്കുന്ന ഓരോ അമ്മയപ്പന്മാരുടെയും ഓരോ കുഞ്ഞുങ്ങളും, ഒരു കുഞ്ഞു പോലും അത് ആ വ്യക്തി ഇതിനകത്ത് ഒരു ദിവസം പോലും കാൽ വെച്ചിട്ടില്ലെങ്കിൽ പോലും ഞങ്ങൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവകാശം പറയുന്നു. ലോകമോഹങ്ങൾക്കകത്തുന്ന കുഞ്ഞുങ്ങൾ മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ കടന്നു വരണം. അവർ അമ്മയപ്പന്മാർക്ക് പ്രയോജനപ്പെടണം. അതുപോലെ ദൈവ സാന്നിധ്യം ചലിക്കട്ടെ, മഹത്വം ചലിക്കണം. തുറന്ന് കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവ് ഞങ്ങളെ പൊതിയണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം. നല്ല പിതാവേ, ആമേൻ.